ഫോർത്ത് മൊഡ്യൂളിനകത്തെ സെക്കൻഡ് അപ്രോച്ചാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. അപ്പം ഇതും പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് ആ ഒരു സബ് പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, അതായത് ഇൻഡിവിജ്വലി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്ന് ഉറപ്പുള്ളിടം വരെ ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഓരോ സബ് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് അങ്ങനെ എല്ലാ സബ് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ കണ്ടെത്തും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ മെർജ് ചെയ്ത് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്താ ബേസിക് ഐഡിയ ഈസ് ടു റിക്കേഴ്സ്ലി. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ റിക്കേഴ്സീവായിട്ട്, അതായത് സബ് പ്രോബ്ലംസ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം നമ്മൾ ഫുൾ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലം ആക്കും, ആ സബ് പ്രോബ്ലത്തിനെ നമ്മൾ വീണ്ടും സബ് പ്രോബ്ലം ആക്കും. അങ്ങനെ എവിടെ വരെ നമ്മൾ സബ് പ്രോബ്ലം ആക്കും? ഇൻഡിവിജ്വലി ഓരോ സബ് പ്രോബ്ലത്തിനും നമുക്ക് സൊല്യൂഷൻ കിട്ടും എന്നുവെച്ചാൽ ഇൻഡിവിജ്വലി ഓരോ പ്രോബ്ലത്തിനും നമുക്ക് സൊല്യൂഷൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പം അത്രയിടം വരെ നമ്മൾ ഓരോന്നും സബ് പ്രോബ്ലം ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാം സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തും. എന്നിട്ട് ഈ ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പൈൻ ചെയ്ത് ഫൈനൽ സൊല്യൂഷൻ ആക്കും. അപ്പം ഈ ഒരു ഇമേജ് നോക്കിയേ, പ്രോബ്ലം, അതിനെ നമ്മൾ സബ് പ്രോബ്ലം ആക്കി, അതിനെ നമ്മൾ ഡിവൈഡ് എന്ന് പറയും. ഈ സബ് പ്രോബ്ലത്തിൻ്റെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പം ഇതിങ്ങനെ റിക്കേഴ്സീവായിട്ടായിരിക്കും ഈ ഓരോ സബ് പ്രോബ്ലവും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും, അത് കോൺകറിനകത്ത് വരും. എന്നിട്ട് ഈ സൊല്യൂഷനെ എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പം കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലോട്ട് മാറ്റും. ഓക്കെ, അപ്പം ആദ്യത്തെ ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു എ നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ഇതെല്ലാം സ്മോളർ സൈസിലുള്ള സബ് പ്രോബ്ലം ആക്കുക. പിന്നെ കോൺകറിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുവെച്ചാൽ ഓരോന്നിൻ്റെയും സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. അപ്പം ഈ പ്രോബ്ലത്തിനെ നമ്മൾ സബ് പ്രോബ്ലം ആക്കുന്നത് റിക്കേഴ്സീവായിട്ടായിരിക്കും. ഓക്കെ, എവിടെ വരെയാണ്? നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോ സബ് പ്രോബ്ലത്തിനും സൊല്യൂഷൻ കിട്ടും എന്നുള്ള ഇവിടം വരെയായിരിക്കും നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്പൈൻ ദ സൊല്യൂഷൻ ഓഫ് ദ സബ് പ്രോബ്ലം. എന്നിട്ട് നമുക്ക് ഓൾറെഡി സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഈ സൊല്യൂഷനെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അപ്പോൾ കോൺകറിനകത്തായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഈ ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ള ടെക്നിക്കിനകത്ത് നമുക്ക് കുറേ അൽഗോറിതംസ് ഉണ്ട്. അപ്പം അതിലെ ഒരെണ്ണമാണ് മേഴ്സോട്ട് എന്നുള്ളത്. മേഴ്സോട്ട്, ക്വിക്സോട്ട്, അങ്ങനെ കുറേ ആൽഗോറിതംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മേഴ്സോട്ടാണ് നമുക്ക് നോക്കാം. അപ്പം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ഈ ടെക്നിക്ക് തന്നെയാണ്, ഡിവൈഡ്, കോൺകർ ആൻഡ് ദെൻ കമ്പൈൻ. അപ്പോൾ ഡിവൈഡിനകത്ത് എന്താണ് വരുന്നത്? നമ്മുടെ ഒറിജിനൽ. ഇപ്പം ഈ മേഴ്സോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അറേ കാണും, അതിനെ നമ്മൾ സോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കും, നമ്മുടെ ഒറിജിനൽ അറേ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരിക്കും നോക്കുന്നത്? ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കും. അപ്പം ഒരു എലമെൻറ്റേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം മോർ ദാൻ വൺ എലമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ മോർ ദാൻ വൺ എലമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിനെ നമ്മൾ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിക്കേഴ്സീവായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെയാണ്? ഓരോ അറേക്കകത്തും സിംഗിൾ എലമെൻ്റ് ആവുന്നിടം വരെയായിരിക്കും നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4 3 2 1 എനിക്കൊരു അറേ ഉണ്ട്. ഈ അറേ ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മോർ ദാൻ വൺ എലമെൻ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 4 3 എന്ന് പറഞ്ഞിട്ടൊരു അറേ ആക്കും, 2ഉം 1ഉം ഒരു അറേ ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഓരോന്നിനെയും ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യും. 4 3 പിന്നെന്താണ് 2 1. അപ്പം എന്തായി? എൻ്റെ ഓരോ അറേക്കകത്തും സിംഗിൾ എലമെൻ്റായി. അപ്പം അതിന് ശേഷം എന്ത് ചെയ്യും? ഞാൻ പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും. ഓക്കെ, അതായത് ഇപ്പം 5 സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5 തന്നെ അല്ലേ. പിന്നെന്താണ്? നമ്മൾ ഈ സബ് അറേയെ നമ്മൾ മെർജ് ചെയ്യും. അപ്പം മെർജ് ചെയ്യുമ്പോൾ എന്താണ്? ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ടു കമ്പൈൻ ദ സ്മോളർ. അതായത് ഇപ്പം നേരത്തെ ഉള്ള എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. അപ്പം എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ എക്സാമ്പിൾ എനിക്ക് 4 3 2 ദെൻ 1. അതായത് നമുക്ക് ഓരോ അറേക്കകത്തും സിംഗിൾ എലമെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ രണ്ടെണ്ണത്തിനെ നമ്മൾ മെർജ് ചെയ്യും. എന്നിട്ട് ഒരു സോർട്ടഡ് അറേ രീതിയിലോട്ടായിരിക്കും അതിനെ മെർജ് ചെയ്യുന്നത്. 3ഉം 4ഉം ആക്കി.
ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണത്തിനെയും കൂടെ എന്ത് ചെയ്യും, അതിനെ നമ്മൾ സോർട്ടഡ് അറേ രീതിയിൽ മെർജ് ചെയ്യും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ മെർജ് ചെയ്യും. അപ്പോൾ എന്താണ് 1 2 3 4. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ആൽഗരിതമാണ് പറയുന്നത്. അപ്പം മെർസോട്ട് ലോ കോമ ഹൈ. അപ്പോൾ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയും ഹൈയും നമ്മുടെ പൊസിഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇഫ് ലോ ലെസ് ദാൻ ഹൈ എന്താണ്, നമുക്ക് നമ്മുടെ ബേസ് കണ്ടീഷനാണ്. നമുക്ക് റിക്കേഴ്സീവിനകത്ത് നമുക്ക് റിക്കേഴ്സീവ് ഫംഗ്ഷനകത്ത് നമുക്ക് 2 കമ്പോണൻസ് ഉണ്ട്, കീ കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ബേസ് കണ്ടീഷനും ബേസ് കേസും പിന്നെ റിക്കേഴ്സീവ് കേസും. അപ്പോൾ നമ്മുടെ ബേസ് കേസാണെന്ത്, ലോ ലെസ് ദാൻ, അതായത് നമുക്ക് സിംഗിൾ എലമെൻ്റ് ആകുന്നിടം വരെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ലോ ലെസ് ദാൻ ഹൈ. ഓക്കെ, അപ്പോൾ അതായത് നമുക്കിപ്പം ഇവിടുത്തെ ലോ എത്രയാണ്, 0യും ഹൈ എത്രയാണ്, 7ഉം. നമുക്ക് മൊത്തത്തിൽ 8 എലമെൻറ്റ്സ് ഉണ്ട്. എന്നിട്ട് എന്താണ്, അപ്പം നമുക്ക് മോർ ദാൻ 1 എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കിട്ടി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിൻ്റെ മിഡ് കണ്ടുപിടിക്കും. ലോ പ്ലസ് ഹൈ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അവിടെയാണ് നമുക്ക് ഡിവൈഡ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, മെർസോട്ടിനെ നമ്മൾ ഇതേ മെർസോട്ട്, അതായത് ലോയും മിഡും, അത് നമുക്ക് കോൺകെയറിന് വേണ്ടിയാണ്, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും വിളിക്കണം. അതിനാണ് മെർസോട്ട് മിഡ് പ്ലസ് 1ഉം ഹൈയും വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെർസോട്ടിനകത്ത് എന്ത് വരും, 0യും 3യും വരും. സെക്കൻഡ് മെർസോട്ടിനകത്ത് എന്ത് വരും, അതിന് ശേഷം നമ്മൾ 4ഉം 7ഉം വിളിക്കും. അതിന് ശേഷം എന്തായിരിക്കും, സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മുടെ ഈ ഓരോ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും, മെർജ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ കോൾ എങ്ങനെ ആയിരിക്കും, 0 to n-1 ആയിരിക്കും നമ്മുടെ ഇനിഷ്യൽ കോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, അപ്പോൾ എൻ്റെ എലമെൻറ്റ്സ് 5 2 4 7 1 3 2 6 എന്നുള്ളതാണ് എൻ്റെ എലമെൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മിഡ് കണ്ടുപിടിച്ചു. എന്താണ്, 0 + 7/2. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് മിഡ് എലമെൻറ്റ്, എനിക്ക് എന്താണ് പൊസിഷൻ ഏതാണ് കിട്ടിയത്, 3. അപ്പം 0 to 3 വരെ ലെഫ്റ്റും 4 to 7 വരെ റൈറ്റും. അതിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതായത് 5 2 4 7ഉം 1 3 2 6ഉം കിട്ടി. അതിനെ 5 2 എന്ന് പറഞ്ഞിട്ട് 0 1 മിഡിൽ കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ 4 7ഉം പിന്നെ നെക്സ്റ്റ് പാർട്ടിൻ്റെ 1 3ഉം 2 6ഉം. എന്നിട്ട് ഈ ഓരോ അറേയും ഞാൻ എന്ത് ചെയ്തു, ഇപ്പം നിലവിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. അതിനെ ഞാൻ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു. 5ഉം 2ഉം 4ഉം 7ഉം 1ഉം 3ഉം 2ഉം 6ഉം. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നമുക്ക് ഒരു അറേക്കകത്ത് സിംഗിൾ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് കോൺകർ ആൻഡ് മെർജ് ഇതൊന്നിച്ചാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഫൈനൽ, അതായത് നമ്മുടെ 5 2 4 7 1 ഇത് നമുക്ക് എന്തായി, ദേ ഇവിടെ കിടപ്പുണ്ട് 5 2 4 7 1. അപ്പോൾ ഇതിൽ 5ഉം 2ഉം കൂടെ മെർജ് ചെയ്ത് നമ്മൾ 2ഉം 5ഉം ആക്കി. അപ്പം നമ്മൾ മെർജ് ചെയ്യുകയാണ്, സോർട്ട് ചെയ്യുകയാണ്. അതായത് 2 ആണല്ലോ സ്മോളസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ 2വിനെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തു, പിന്നെ 5വിനെ പ്ലേസ് ചെയ്തു. അപ്പം 4ഉം 7ഉം മെർജ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് സ്മോളസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തു. അതേപോലെ 1ഉം 3ഉം 2ഉം 6ഉം. വീണ്ടും 2ഉം 5ഉം 4 7 ഇതിനെ നമ്മൾ മെർജ് ചെയ്യുമ്പോഴും ഇതിനകത്ത് സ്മോളസ്റ്റ് എലമെൻറ്റ്, അതായത് സോർട്ട് ചെയ്തിട്ടുള്ള അറേ ആയിട്ടായിരിക്കും ഇതിനെ നമ്മൾ മെർജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഫൈനൽ റിസൾട്ട് അതായത് മെർജ് ചെയ്യുമ്പോൾ നമ്മൾ സോർട്ടഡ് ആയിട്ടായിരിക്കും നമ്മൾ മെർജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് മെർജ് ചെയ്ത് അതായത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതിനകത്ത് 4 7 2 6 1 4 3 5 2 6. അപ്പം എന്തായിരിക്കും, നമ്മൾ എലമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് വേണം, അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കണം. മിഡിൽ കണ്ടുപിടിച്ചിട്ട് വേണം ഇതിനെ 2 പാർട്ടാക്കേണ്ടുന്നത്. അപ്പം ആ 2 പാർട്ടാക്കിയതിൻ്റെ വീണ്ടും നമ്മൾ മിഡിൽ കണ്ടുപിടിച്ചിട്ട് 2 പാർട്ടാക്കണം. അങ്ങനെ എപ്പോൾ വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, സിംഗിൾ എലമെൻ്റ് ആവുന്നിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ഡിവൈഡ് ചെയ്ത അതേ ഓർഡറിൽ തന്നെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഫസ്റ്റ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തു, പിന്നെ ഇത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് മൊത്തം എലമെൻറ്റ്സ് 11 ആണ്. ഓക്കെ, അപ്പം നമുക്ക് 4 7 2ഉം 6 1 4ഉം പിന്നെ 7 3 5ഉം 2 6ഉം ഇതിൻ്റെയും മിഡിൽ കണ്ടുപിടിച്ചു. അപ്പം മിഡിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 4ഉം 7ഉം ഒന്നായി. ഇവിടെ നമുക്ക് സിംഗിൾ എലമെൻ്റായി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 6ഉം 1ഉം 4ഉം. ഓക്കെ, അതേപോലെ പിന്നെ ഈ 4ഉം 7ഉം നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു.
പിന്നെ 6ഉം 1ഉം 7ഉം 3യും അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കോൺകെയർ ചെയ്തു. അപ്പം ആ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ സോർട്ട് ചെയ്ത് കോൺകെയർ ചെയ്ത് പോകാനായിട്ട്. അതായത് 4ഉം 7ഉം നമ്മൾ മെർജ് ചെയ്തു, സോർട്ടഡ് ആയിട്ടുള്ള ഓർഡറിലാക്കി. 4ഉം 7ഉം ആക്കി. പിന്നെന്ത് ചെയ്തു, 6ഉം 1ഉം 1ഉം 6ഉം ആക്കി. 7ഉം 3യും 3യും 7ഉം ആക്കി. ഓക്കെ, അതിന് ശേഷം എന്താണ്, 4 7ഉം പിന്നെ 2ഉം അതിനെ നമ്മൾ എന്ത് ചെയ്തു, അതായത് 4 7 പിന്നെ 2 ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, മെർജ് ചെയ്തു, സോർട്ട് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നിടം വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 ടൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, 2 4 5 7. ഓക്കെ, 2 4 5 7 1 2 3 6. അപ്പം എനിക്ക് ഫൈനലായിട്ട് 2 4 5 7 1 2 3 6 ഉണ്ടെന്ന് കരുതുക. അതായത് ഞാൻ മെർജിങ് എങ്ങനെയാണെന്നുള്ളത് പറയുവാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും ചെയ്യുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യും. 2ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ 2ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തെ സ്മോളസ്റ്റ് എലമെൻറ്റിനെ ഞാൻ ഈ ഒരു ഔട്ട്പുട്ടിനകത്തോട്ട് പുഷ് ചെയ്യും. അതായത് 2ഉം 1ഉം കമ്പയർ ചെയ്യുമ്പം എനിക്ക് 1 കിട്ടി. ഓക്കെ, അങ്ങനെ ഇത് എന്നിട്ട് നെക്സ്റ്റ് എലമെൻറ്റ് എന്തായി മാറും, 2. ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇത് മൊത്തം പുഷ് ചെയ്ത് നമ്മൾ പോപ്പ് ചെയ്തല്ലേ മറ്റിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ എലമെൻറ്റ് മാറി. ഇവിടെ അപ്പം 2 4 5 7ഉം ലെഫ്റ്റിൽ 2 4 5 7ഉം റൈറ്റിൽ 2 3 6ഉം ആണ്. വീണ്ടും ഈ 2ഉം കൂടെ കമ്പയർ ചെയ്തു, ഈക്വലാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനെയും നമ്മൾ ഇതിനകത്തോട്ട് പുഷ് ചെയ്തു. അപ്പോൾ വീണ്ടും ഇതിൻ്റെ പോയിൻ്റർ എങ്ങോട്ട് മാറി, 4ലോട്ടും മാറി. ഇവിടെ നമുക്ക് 3ലോട്ടും മാറി. ഓക്കെ, എന്നിട്ട് ഈ 4ഉം 3യും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. എന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് സ്മോള്, 3 ആണ് സ്മോൾ. അപ്പോൾ 3യെ നമ്മൾ അങ്ങോട്ട് ഇട്ടു. അപ്പം ഇതും കഴിഞ്ഞു. വീണ്ടും നമ്മുടെ പോയിൻ്റർ ഇങ്ങോട്ടായി. വീണ്ടും നമ്മൾ 4ഉം 6ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ 4ഉം 6ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ നേരം 4 ആണ് സ്മോള്, 4നെ ഇട്ടു. ഓക്കെ, അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് 5ലോട്ട് വന്ന് ഈ പോയിൻ്റർ. ഓക്കെ, അപ്പം അതായത് നമ്മൾ പുഷ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പോയിൻ്റർ ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്താണ്, 5ഉം 6ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് 5 ആണ് സ്മോളസ്റ്റ്. 5നെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പോയിൻ്റർ 7ലോട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 7ഉം 6ഉം തമ്മിൽ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യാൻ നേരം നമുക്ക് 6 കിട്ടി. അപ്പോൾ 6നെ ഇട്ടു. എന്നിട്ട് പിന്നെ വേറെ ഇനി കമ്പയർ ചെയ്യാനൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ 7 വന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മെർജിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി ഇൻ പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നമുക്കൊരു ഫുൾ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് മാനേജബിൾ സൈസ് ആക്കുന്നത് കാരണം സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതൊരു എഫിഷ്യൻ്റായിട്ടുള്ള സോൾവിങ് മെത്തേഡാണ്. പിന്നെ മോഡുലാരിറ്റി, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷനും റിക്കേഴ്സീവായിട്ട്, അത് ഫംഗ്ഷനായിട്ട് നമുക്ക് മൊഡ്യൂൾസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിഡക്ഷൻ ഇൻ കോംപ്ലക്സിറ്റി, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള കോംപ്ലക്സിറ്റി നമുക്ക് കുറവായിരിക്കും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കേഴ്സീവ് കോൾ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ കോൾ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇൻക്രീസ്ഡ് മെമ്മറി യൂസേജ്, അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കുള്ള മിഡിൽ എലമെൻറ്റിനെയൊക്കെ സ്റ്റോർ ചെയ്യാനും അതേപോലെ ഈ ഇടയ്ക്ക് മെർജ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ മെമ്മറി നമുക്ക് ആവശ്യം വേണ്ടി വരും. അപ്പം ഇതൊരു ഡിമെറിറ്റാണ്. പിന്നെ നെക്സ്റ്റ് വൺ, കോംപ്ലക്സിറ്റി ഓഫ് മെർജിങ് റിസൾട്ട്. ദ മെർജിങ് സ്റ്റെപ്പ് ക്യാൻ ബി, ഇത് കുറച്ചും കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് കുറച്ചും കൂടെ ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ്. അപ്പം ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്.